കണ്ണൂർ ജില്ലയിലെ സഹ്യപർവ്വതനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൊട്ടിയൂർ. ദക്ഷിണ കാശി എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. വൈശാഖ മഹോത്സവമാണ് ഇവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. കൊട്ടിയൂരിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ പറയുന്നവയാണ്. 2 ക്ഷേത്രങ്ങൾ. കൊട്ടിയൂരിൽ പ്രധാനമായും 2 ക്ഷേത്രങ്ങളാണുള്ളത്. ഇക്കരെ കൊട്ടിയൂർ വാവാലിപ്പുഴയുടെ തീരത്തുള്ള സ്ഥിരമായ ക്ഷേത്രമാണിത്. വർഷം മുഴുവനും ഇവിടെ ആരാധന നടക്കാറുണ്ട്. അക്കരെ കൊട്ടിയൂർ പുഴയുടെ മറുഭാഗത്തുള്ള ഈ ക്ഷേത്രത്തിലാണ് പ്രശസ്തമായ വൈശാഖ മഹോത്സവം നടക്കുന്നത്. വർഷത്തിൽ ഉത്സവകാലമായ 27 ദിവസം മാത്രമേ ഇവിടെ പ്രവേശനമുണ്ടാകൂ. വൈശാഖ മഹോത്സവം മലയാള മാസമായ ഇടവത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള 27 ദിവസമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്നത്. മണിത്തറ. ഇവിടെ വിഗ്രഹത്തിനു പകരം ഒരു സ്വയംഭൂ ശിലയാണ് ആരാധിക്കുന്നത്. ഈ ശിലയ്ക്ക് ചുറ്റും ജലം ഒഴുകിക്കൊണ്ടിരിക്കും. അമ്മാറക്കൽ തറ. പാർവ്വതീദേവിയുടെ സാന്നിധ്യം ഇവിടെയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രധാന വഴിപാടുകൾ ഇളനീർ അഭിഷേകം, നെയ്യമൃത് എന്നിവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ. ഐതിഹ്യം. ദക്ഷൻ നടത്തിയ ദക്ഷയാഗവും തുടർന്നുണ്ടായ സംഭവവികാസങ്ങളുമാണ് കൊട്ടിയൂർ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നത്. ദക്ഷയാഗം നടന്ന ഭൂമിയാണ് ഇവിടമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. സതീദേവിയുടെ ആത്മത്യാഗത്തിനു ശേഷം ക്രോധാവിഷ്ടനായ ശിവൻ വീരഭദ്രനെ അയച്ച് യാഗം മുടക്കിയതായും പിന്നീട് ദേവന്മാരുടെ പ്രാർത്ഥനപ്രകാരം ശാന്തനായ ശിവൻ ഇവിടെ സ്വയംഭൂവായി കുടികൊണ്ടു എന്നുമാണ് വിശ്വാസം. സവിശേഷതകൾ. പ്രകൃതിയുമായുള്ള ബന്ധം. വലിയ കെട്ടിടങ്ങളോ മതിൽക്കെട്ടുകളോ ഇല്ലാത്ത, പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന ഒരു ആരാധനാരീതിയാണ് ഇവിടെയുള്ളത്. ഓടപ്പൂക്കൾ. കൊട്ടിയൂർ തീർത്ഥാടകർ പ്രസാദമായി കൊണ്ടുപോകുന്ന ഒന്നാണ് വെള്ള നൂലുകൾ കൊണ്ട് നിർമ്മിച്ച ഓടപ്പൂക്കൾ. ഇത് ദക്ഷന്റെ താടിയെ സൂചിപ്പിക്കുന്നു എന്നാണ് സങ്കല്പം. വാവലിപ്പുഴ. ക്ഷേത്രത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന ഈ പുഴയിലെ സ്നാനം പുണ്യമായി കരുതപ്പെടുന്നു.